അത്ഭുതങ്ങളും ചരിത്ര കൗതുകങ്ങളും ഏറെ നിറഞ്ഞതാണ് കണ്ണൂർ മുഴക്കുന്നിലെ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. മൃദംഗരൂപിണിയായ ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നയിച്ച പോരാട്ടത്തിന്റെ തുടക്കം കുലദൈവമായ ശ്രീ പോർക്കലിയമ്മയെ തൊഴുതുകൊണ്ടായിരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി വിശ്വസിക്കപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെയാണ് ദേവീഭാവങ്ങൾ. നാം ഏത് ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ ദേവി നമ്മിൽ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം. പുരളി രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രം എന്ന നിലയിൽ കോകില സന്ദേശ കാവ്യത്തിലും മറ്റും ഉദ്ഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിന് പോകുന്നതിന് മുന്നോടിയായി പുരളി രാജാക്കന്മാർ ദേവിക്ക് ബലിതർപ്പണം നടത്തിയിരുന്നു. ദക്ഷിണ ഭാരതത്തിലെ എല്ലാ പോർക്കൽ ക്ഷേത്രങ്ങളുടെയും ആരൂഢമാണിവിടം. ഇന്ന് ഈ ഗുഹാക്ഷേത്രം നിലവിലില്ല. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിന് സമീപത്തായി പഴശ്ശിരാജാവിന്റെ ഒരു പൂർണ്ണ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ്. മലബാർ ദേവസ്വം ഏറ്റെടുത്തതിനു ശേഷം തീർത്ഥാടന ടൂറിസത്തിന്റെ അനന്തര സാധ്യതകൾ തേടുകയാണ് ക്ഷേത്രം. സമകാലിക മലയാളം, കണ്ണൂർ.